കാരുണ്യത്തിന്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന തെക്കൻ കേരളത്തിലെ ഒരു പ്രധാന ദേവീക്ഷേത്രമായ ഇളവൻകുണം യക്ഷിയമ്മ ആൽത്തറ ദേവീക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന രക്ഷാർച്ചന ഈ വർഷവും പൂർവാധികം ഭംഗിയായി നടത്തി. ബ്രഹ്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിൽ അഗസ്ത്യ ഹയഗ്രീവ സംവാദ രൂപത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ശ്രീ ലളിത സഹസ്രനാമങ്ങൾ. മന്ത്രതന്ത്ര നിബന്ധമായ ഈ നാമം ശക്തി സ്വരൂപിണിയായ ദേവിയുടെ ആജ്ഞയനുസരിച്ച് വാഗ്ദേവതമാർ രചിച്ച് ആലപിച്ചിട്ടുള്ളതാണ്. ശ്രീ ലളിതാ ഭഗവതിയായ ശക്തി സ്വരൂപിണിയുടെ ഈ 1000 നാമങ്ങളും തെറ്റുകൂടാതെ ഉച്ചരിച്ച് ദേവിയെ ഉപാസിക്കുന്ന ഭക്തജനങ്ങൾക്ക് സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിനോടൊപ്പം സർവാഭീഷ്ടങ്ങളും സാധിക്കുമെന്നതാണ് സങ്കല്പം. ഇനി ഭക്തി നിർഭരമായ ലക്ഷാർച്ചനയുടെ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം. इच्छाशक्ति ज्ञानशक्ति क्रियाशक्ति स्वरूपिणी नमः। ओम कामाक्षी नमः। ओम कामाक्षी നമസ്കാരം, ഞാൻ രാജേഷ് പൂനു. കാരുണ്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഇളവൻകുണം യക്ഷിയമ്മ ആൽത്തറ ദേവീക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റാണ്. എന്നോടൊപ്പം ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ശ്രീ അനിൽകുമാർ, ക്ഷേത്രത്തിന്റെ ട്രഷറാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ സുരേഷ് പാപ്പി. ഇളവൻകുണം യക്ഷിയമ്മ ആൽത്തറ ദേവീക്ഷേത്രത്തിൽ എല്ലാ വർഷവും കന്നിമാസത്തിൽ നടത്തിവരുന്ന ലക്ഷാർച്ചനയാണ് ഇന്ന് രാവിലെ ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യം പോറ്റി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള മഹാഗണപതി ഹോമത്തോടുകൂടി ആരംഭിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനും കേരളത്തിലെ ഒട്ടനവധി ക്ഷേത്രങ്ങളുടെ തന്ത്രിയുമായ ശ്രീ മണിപ്പോറ്റിയുടെ നേതൃത്വത്തിൽ ലക്ഷാർച്ചനയ്ക്ക് തുടക്കം കുറിച്ചു. ഇളവൻകുണം യക്ഷിയമ്മ ആൽത്തറ ദേവീക്ഷേത്ര ട്രസ്റ്റ് അംഗമായ ശ്രീ രാധാകൃഷ്ണൻ അനാമികയുടെ നേതൃത്വത്തിൽ മാതൃസമിതിയും സംയുക്തമായിട്ടാണ് ഇളവൻകുളം യക്ഷിയമ്മ ആൽത്തറ ദേവീക്ഷേത്രത്തിൽ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ലക്ഷാർച്ചന. ഈ ലക്ഷാർച്ചനയോടനുബന്ധിച്ച് രാവിലെ പ്രഭാത ഭക്ഷണ വിതരണവും ഉച്ചയ്ക്ക് അന്നദാനവും വൈകുന്നേരം വിശേഷാൽ പൂജയും കരിമരുന്ന് പ്രയോഗവും ഒക്കെ നടക്കുകയാണ്. ഇന്നാട്ടിലെ ഭക്തജനങ്ങളും നാട്ടുകാരും ഞങ്ങൾക്ക് നൽകിയ സ്നേഹവും അതുപോലെ തന്നെ സാമ്പത്തിക സഹായവും ഒക്കെയാണ് ഇത്തരം പ്രവർത്തികൾ ക്ഷേത്രത്തിൽ നടത്താൻ കഴിയുന്നത്. അതിന് ഏറെ നന്ദിയുണ്ട്. ഇളവൻകുളം യക്ഷിയമ്മ ആൽത്തറ ദേവീക്ഷേത്രത്തിൽ കാരുണ്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിക്കുമ്പോൾ കാരുണ്യത്തിനായി ക്ഷേത്രസന്നിധിയിൽ ഒരു വിവാഹ മണ്ഡപം സൗജന്യമായി പ്രവർത്തിക്കുന്നു.
ഇത് ജാതിമത ഭേദമന്യേ നിർധനർക്ക് സൗജന്യമായിട്ടാണ് നൽകുന്നത്. അതും ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത്. അതുപോലെ ഉത്സവത്തോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പുകളും അനവധി പദ്ധതികൾ ക്ഷേത്രത്തിൽ നടക്കുന്നു. ഇതിനായി സഹായിക്കുന്ന എല്ലാവർക്കും ഇളവൻകോണം യക്ഷിയമ്മ ആൽത്തറ ദേവി ക്ഷേത്ര ട്രസ്റ്റിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ലക്ഷാർച്ചനയോട് അനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി അന്നദാനവും നടന്നു. ക്ഷേത്രവാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ.